എല്ലാവർക്കും നമസ്കാരം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEO ആയിട്ട് ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ഹിസ്റ്ററി, എവല്യൂഷൻ തുടങ്ങിയ ഭാഗങ്ങൾ വ്യക്തമാക്കുന്ന ഈ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ഇവല്യൂഷൻ എന്ന ഭാഗത്തിലെ ഇതിനു മുമ്പെയുള്ള വീഡിയോകളിൽ ഹിസ്റ്ററി, എവല്യൂഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി ഇവല്യൂഷണറി പാത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് ലിങ്ക് സ്പെസിഫിക് ആയ ഒരു സിറ്റുവേഷനെ പറ്റി പറഞ്ഞു. ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ലിങ്കുകളിലെ ആധാരമാക്കി കൂടുതൽ വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക്സ് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്കിങ് മെച്ചപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനെ പറ്റി നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അത് കൂടുതൽ ലിങ്ക്സ് എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വെബ് മാസ്റ്റേഴ്സിനെ കൊണ്ടെത്തിക്കുകയും അതൊരു സ്പാമി തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ഗൂഗിൾ തന്നെ ലിങ്ക് സ്പെസിഫിക് ആയിരുന്ന സെർച്ച് എഞ്ചിനെ അവർ ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി. പേജ് റാങ്കുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം ലിങ്ക്സ് കിട്ടിയാൽ മാത്രമേ ഗൂഗിളിൽ റാങ്കിങ് മെച്ചപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് മാറിയത്. അപ്പോഴും ലിങ്ക് സെല്ല് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നപ്പോൾ ഗൂഗിൾ പാസിംഗ് ദ ജ്യൂസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ നോ ഫോളോ ആട്രിബ്യൂഷൻ, REL = നോ ഫോളോ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂഷൻ ആഡ് ചെയ്ത് ലിങ്ക്സിൽ നിന്നും ഇക്വിറ്റി പാസ് ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷവും ഗൂഗിൾ കൊണ്ടുവന്നതാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പല ആവർത്തി അവരുടെ സെർച്ച് എഞ്ചിനകത്ത് പല രീതിയിലുള്ള ആൽഗോരിതം ചേഞ്ചസ് വരുത്തി അപ്ഡേറ്റ്സ് സ്ട്രോങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നടത്താൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് ഭംഗിയായി നടത്താനോ നല്ല രീതിയിൽ അത് ഒരു കംപ്ലീറ്റ് ചെയ്യാനോ പറ്റിയിരുന്നില്ല. 2003, 4, 5 കാലഘട്ടങ്ങളിലൊക്കെ ഗൂഗിൾ പല രീതിയിലുള്ള ആൽഗോരിതം ചേഞ്ചസ് അവരുടെ സെർച്ച് എഞ്ചിനകത്ത് വരുത്തിയിരുന്നെങ്കിലും അതൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്ഡേഷനായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാൻ പറ്റുന്നതല്ല. കാരണം പല അപ്ഡേഷൻസും അവർ റിഫ്രഷ് ചെയ്ത് അതിനെ ഒഴിവാക്കുകയുണ്ടായി. അതിന് കാരണം അന്ന് ഗൂഗിൾ സെർച്ച് എഞ്ചിനായിട്ട് പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം, ഇന്ന് അത് അറിയപ്പെടുന്നത് ഗൂഗിൾ ആഡ്സ് എന്നാണ്. ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമും അതിനെ തുടർന്ന് ഗൂഗിൾ തുടങ്ങി വെച്ച ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്ന വെബ്സൈറ്റുകളിൽ നിന്നും റവന്യൂ നേടാൻ പറ്റുന്ന അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമായിട്ടുള്ള ഒരു ആഡ്സെൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമും, ഈ രണ്ട് പ്രോഗ്രാമും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഘടകങ്ങളാണ്. ആഡ്വേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ അഡ്വർടൈസ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ ആൾക്കാരുടെ മുമ്പിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് മുഖേന എത്തിക്കാനുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് ഗൂഗിൾ ആഡ്വേർഡ്സിനകത്ത് സൈനപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം. അതേപോലെ ആഡ്സെൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതിന് പാരലായിട്ട് വന്ന വേറൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത നമുക്ക് വെബ്സൈറ്റിനകത്ത് ആഡ് കാണിച്ചുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. ആഡ്വേർഡ്സിനെ പറ്റിയും ആഡ്സെൻസിനെ പറ്റിയും പ്രത്യേകം നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ആഡ്വേർഡ്സ് ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമും ആഡ്സെൻസ് എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റിനകത്ത് ആഡ് കാണിച്ചുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് കാശ് അതിനകത്തുനിന്ന് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ആൾക്കാർ ആഡ്സെൻസ് പ്രോഗ്രാം അതൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മെത്തേഡാണ്, അതിനകത്ത് ജോയിൻ ചെയ്ത് കാശ് സമ്പാദിക്കുന്ന ഒരുപാട് മാർക്കറ്റേഴ്സ് ഇന്ന് നിലവിലുണ്ട്. ഈ രണ്ട് പ്രോഗ്രാമും ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആഡ്വേർഡ്സിനകത്ത് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടാണ് ഗൂഗിൾ ആഡ്സെൻസ് വഴി അതിൻ്റെ കമ്മീഷനായിട്ട് അത് അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റ് പബ്ലിഷേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം പബ്ലിഷേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ വെബ്സൈറ്റിനകത്ത് SEO ചെയ്യും, ഒപ്റ്റിമൈസ് ചെയ്യും, അവരുടെ റാങ്കിങ് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. സെയിം ടൈമിൽ ഗൂഗിൾ ഒരു അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ റാങ്കിങ്ങിനെയൊക്കെ ബാധിക്കുകയും അവരുടെ വിസിറ്റിൻ്റെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാവുകയും അവർക്ക് ക്ലിക്സ് വഴി റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പോൾ അവരുടെ റവന്യൂ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൻ്റെയും റവന്യൂ കുറയും. കാരണം ഗൂഗിളിന് കിട്ടുന്ന റവന്യൂവിൻ്റെ കമ്മീഷനായിട്ടാണ് ആഡ്സെൻസ് ഏണിങ്സ് ആൾക്കാർക്ക് കൊടുക്കുക. അപ്പം ആ സമയത്ത് ഗൂഗിൾ പല രീതിയിൽ അപ്ഡേഷൻസ് നടത്തിയിരുന്നെങ്കിലും അപ്ഡേഷനുകളൊക്കെ ഗൂഗിളിന് തന്നെ റവന്യൂ കുറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയപ്പോൾ ഗൂഗിൾ അത് പലതും റിഫ്രഷ് ചെയ്ത് കളയുകയും ആ അപ്ഡേറ്റ്സ് ഒന്നും ആൽഗോരിതം ചേഞ്ചസ് ഒന്നും വലുതായിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കുകയോ പല രീതിയിൽ അത് മുമ്പോട്ട് പോവുകയോ കംപ്ലീറ്റ് ആവുകയോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കംപ്ലീറ്റ് ആവുകയോ ചെയ്യാതെയൊക്കെ പോയി. 2009 ഗൂഗിൾ അവരുടെ സെർച്ച് എഞ്ചിനകത്ത് പല മാറ്റങ്ങൾ വരുത്തി. ഗൂഗിൾ സജസ്റ്റ്,
പേഴ്സണലൈസ്ഡ് സെർച്ച് റിസൾട്ട്, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഗൂഗിൾ കൊണ്ടുവന്നു. ഗൂഗിൾ സജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മളൊരു ഗൂഗിളിൽ സെർച്ച് നടത്തി തുടങ്ങുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സെർച്ച് ടേംസ് ഗൂഗിൾ സജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നത് 2009 ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനെ അവർ ഇൻട്രാക്റ്റീവ് ആക്കി എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻട്രാക്റ്റീവ് ആക്കുന്നത് വഴി അവരുടെ വെബ്സൈറ്റിനെ അല്ലെങ്കിൽ അവരുടെ സെർച്ച് എഞ്ചിൻ കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനകരമാകും എന്നുള്ള രീതിയിലാണ് അവർ ഗൂഗിൾ സജസ്റ്റ് പോലെയുള്ള പ്രോഗ്രാംസ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഗൂഗിൾ സജസ്റ്റ്, പിന്നെ പേഴ്സണലൈസ്ഡ് സെർച്ച് റിസൾട്ട്, നമ്മൾ സൈൻ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസിൻ്റെ ഡേറ്റ ഗൂഗിൾ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലാത്ത സമയത്ത് നമ്മൾ വീണ്ടും അതിനെപ്പറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ടേംസ് സെർച്ച് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ആദ്യം സെർച്ച് ചെയ്ത് ഓപ്പൺ ആക്കിയ പേജിനെ തന്നെ ഗൂഗിൾ സജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റാങ്കിങ്ങിൽ കാണിച്ചു തരുന്ന ഒരു ഫീച്ചറൊക്കെ ഉൾപ്പെടുന്നതാണ് പേഴ്സണലൈസ്ഡ് സെർച്ച് റിസൾട്ട്. നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഡേറ്റ ഗൂഗിൾ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഡേറ്റ ഉപയോഗപ്പെടുത്തി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് പേഴ്സണലൈസ്ഡ് സെർച്ച് റിസൾട്ടിനകത്ത് ഗൂഗിൾ ശരിക്കും കൊണ്ടുവന്നത്. അങ്ങനെ പല രീതിയിൽ ഒരു സെർച്ച് എഞ്ചിൻ എന്നതിലുപരി ഗൂഗിൾ ആൾക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ മാറ്റാനും ഗൂഗിൾ പല ശ്രമങ്ങൾ 2009 കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഗൂഗിളിൽ കാൽക്കുലേഷൻ അടിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നു. IP അഡ്രസ് അറിയാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നു. വെതറൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാലാവസ്ഥ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു രീതി ഗൂഗിൾ കൊണ്ടുവന്നു. അങ്ങനെ പല രീതിയിലുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് സെർച്ച് എഞ്ചിൻ എന്നതിലുപരി യൂസേഴ്സിനെ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ ഗൂഗിളിനെ മാറ്റാനായിട്ട് ഗൂഗിൾ ഒരു ശ്രമവും 2009 നടന്നു. 2009 നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നാണ് യൂസറിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ അടുത്തുള്ള ഇൻട്രാക്ഷൻ അനുസരിച്ച് അവരുടെ ആ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് മെച്ചപ്പെടുകയും ഇൻട്രാക്ഷൻ കുറയുന്ന വെബ്സൈറ്റുകളുടെ റാങ്കിങ് മോശപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി 2009 കൊണ്ടുവന്ന ഒരു അപ്ഡേഷൻ്റെ ഫലമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന യൂസർ ആ വെബ്സൈറ്റിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയോ ഇന്നർ പേജസിനകത്ത് പോവുകയോ അയാളുടെ ഇൻട്രാക്ഷൻ ആ വെബ്സൈറ്റിനകത്ത് കൂടുതൽ ആവർത്തി കിട്ടുകയോ ആ വെബ്സൈറ്റിനകത്ത് അയാൾ റീവിസിറ്റ് ചെയ്യുകയോ റെഗുലർ വിസിറ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ ആ വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒരുപാട് കിട്ടുന്ന അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് ഒരുപാട് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് റാങ്കിങ്ങിൽ മെച്ചപ്പെടുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നതും 2009 SEO എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗൂഗിളിൽ നടന്നിരിക്കുന്ന എവല്യൂഷണറി പാത്താണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2009 നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റമാണ് യൂസേഴ്സിൻ്റെ വെബ്സൈറ്റിനകത്തുള്ള ഇൻട്രാക്ഷൻ മെച്ചപ്പെടുന്നതനുസരിച്ച് ആ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് മെച്ചപ്പെടുന്ന ഒരു സംവിധാനം. ഒരു വെബ്സൈറ്റിന് യൂസേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ നല്ലതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റാങ്കിങ് മെച്ചപ്പെടും. ആ വെബ്സൈറ്റ് യൂസറിന് ഇഷ്ടപ്പെടുന്നു, അയാൾ അതിനകത്ത് ഇൻട്രാക്ട് ചെയ്യുന്നു, അതിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു, അങ്ങനെയുള്ള പല സംഭവങ്ങളാണ് ഒരു റാങ്കിങ്ങിന് സ്വാധീനിക്കുന്ന ഒരു ഘടകമാക്കി ഗൂഗിൾ 2009 അവരുടെ ആൽഗോരിതത്തിനകത്തോട്ട് ചേർത്തത്. അങ്ങനെ ഒരുപാട് ഗൂഗിൾ തന്നെ ഇൻട്രാക്റ്റീവ് ആക്കുകയും ഇൻട്രാക്ഷൻ കൂടുതൽ കിട്ടുന്ന വെബ്സൈറ്റുകളെ റാങ്കിങ്ങിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഗൂഗിൾ അന്ന് കൊണ്ടുവന്നത്. അത് മുഖേന ഒരുപാട് ഇൻട്രാക്ഷൻ കിട്ടുന്ന, ഒരുപാട് റെസ്പോൺസ്, ഒരുപാട് സമയം വിസിറ്റിംഗ് ടൈം കിട്ടുന്ന, റെഗുലർ വിസിറ്റ് കിട്ടുന്ന, റീവിസിറ്റ് കിട്ടുന്ന വെബ്സൈറ്റുകളൊക്കെ റാങ്കിങ്ങിൽ മെച്ചപ്പെടാൻ തുടങ്ങി. ഈ വിധത്തിലുള്ള ഇൻട്രാക്ഷൻസ് കിട്ടാത്ത വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ മോശപ്പെടാനും താഴോട്ട് പോകാനും ഒക്കെ തുടങ്ങി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് 2009 കൊണ്ടുവന്നത്. അപ്പം ഗൂഗിൾ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് SEOയുടെ എവല്യൂഷണറി സ്റ്റേജസാണ് ഞാൻ ഈ വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം. കൂടുതൽ വീഡിയോസ് ഞാൻ ഇനി SEOയുമായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റുകളെ ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സൈഡ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാനലാണിത്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി വരും വീഡിയോകൾ ഇനി SEOയുടെ പ്രാക്ടീസിനെ പറ്റിയും ഗൂഗിളിൻ്റെ ആൽഗോരിതം അപ്ഡേറ്റ്സുകളെ പറ്റിയൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അതിനൊപ്പം തന്നെ അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തി അതിൻ്റെ അലേർട്ട് ഇനേബിൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID യിൽ
ഒരു അലേർട്ട് മെസ്സേജ് കിട്ടുന്നതിനും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അലേർട്ട്സ് കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഈ നമ്പർ കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും SEO റിലേറ്റഡായിട്ടുള്ള അറിവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ വരെ നമുക്ക് നമസ്കാരം, നന്ദി.